ഹലോ ഫ്രണ്ട്സ്, LP UP എക്സാം കാത്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 1 നിന്നും ആത്മകഥ ജീവചരിത്രം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആത്മകഥ ജീവചരിത്രം. വൈക്കം പാച്ച് മൂത്തത് രചിച്ച ആത്മകഥയാണ് മലയാളത്തിലെ ആദ്യ ആത്മകഥയായി കണക്കാക്കുന്നത്. വൈക്കം പാച്ച് മൂത്തത് രചിച്ച ആത്മകഥയാണ് മലയാളത്തിലെ ആദ്യ ആത്മകഥയായി കണക്കാക്കുന്നത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രചിച്ച എൻ്റെ നാട് കടത്തൽ ആണ് മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ആത്മകഥയായി അറിയപ്പെടുന്നത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രചിച്ച എൻ്റെ നാട് കടത്തൽ ആണ് മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ആത്മകഥയായി അറിയപ്പെടുന്നത്. മലയാളത്തിലുണ്ടായ ആദ്യ ജീവചരിത്രം മാർസിനോസ് പുരോഹിതൻ ഇറ്റാലിയൻ ഭാഷയിൽ നിന്നും വിവർത്തനം ചെയ്ത വിശുദ്ധ ത്രേസ്യയുടെ ചരിത്ര സംക്ഷേപം ആണ്. മലയാളത്തിലുണ്ടായ ആദ്യ ജീവചരിത്രം മാർസിനോസ് പുരോഹിതൻ ഇറ്റാലിയൻ ഭാഷയിൽ നിന്നും വിവർത്തനം ചെയ്ത വിശുദ്ധ ത്രേസ്യയുടെ ചരിത്ര സംക്ഷേപം ആണ്. ജീവചരിത്ര സാഹിത്യത്തിൽ മലയാളി എഴുത്തുകാരൻ്റെ ഗ്രന്ഥമായി കണക്കാക്കുന്നത് വിശാഖം തിരുനാൾ പരിഭാഷപ്പെടുത്തിയ മോറുടെ ട്രഷറി ഓഫ് ബയോഗ്രഫിയുടെ 2 ജീവചരിത്ര പരിഭാഷകളാണ്. ജീവചരിത്ര സാഹിത്യത്തിൽ മലയാളി എഴുത്തുകാരൻ്റെ ഗ്രന്ഥമായി കണക്കാക്കുന്നത് വിശാഖം തിരുനാൾ പരിഭാഷപ്പെടുത്തിയ മോറുടെ ട്രഷറി ഓഫ് ബയോഗ്രഫിയുടെ 2 ജീവചരിത്ര പരിഭാഷകളാണ്. ഒരു മലയാളി മറ്റൊരു മലയാളിയെക്കുറിച്ചെഴുതിയ ആദ്യ ജീവചരിത്രമാണ് PN നാരായണപിള്ള 1913 രചിച്ച ചിത്രമെഴുത്തു കോയിത്തമ്പുരാൻ. ഒരു മലയാളി മറ്റൊരു മലയാളിയെക്കുറിച്ചെഴുതിയ ആദ്യ ജീവചരിത്രമാണ് PN നാരായണപിള്ള 1913 രചിച്ച ചിത്രമെഴുത്തു കോയിത്തമ്പുരാൻ. വിശാഖ വിജയം വിശാഖം തിരുനാളിനെ ആസ്പദമാക്കി കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ എഴുതിയ ജീവചരിത്രമാണ്. വിശാഖ വിജയം വിശാഖം തിരുനാളിനെ ആസ്പദമാക്കി കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ എഴുതിയ ജീവചരിത്രമാണ്. പന്മന രാമചന്ദ്രൻ നായരുടെ പ്രശസ്ത കൃതിയാണ് നവയുഗ ശില്പി രാജരാജവർമ്മ എന്ന കൃതി. പന്മന രാമചന്ദ്രൻ നായരുടെ പ്രശസ്ത കൃതിയാണ് നവയുഗ ശില്പി രാജരാജവർമ്മ എന്ന കൃതി. മയ്യനാട് K. ദാമോദരൻ രചിച്ച ശ്രീനാരായണ ഗുരുസ്വാമികൾ ആണ് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് മലയാളത്തിൽ വന്ന ആദ്യ പുസ്തകം. മയ്യനാട് K. ദാമോദരൻ രചിച്ച ശ്രീനാരായണ ഗുരുസ്വാമികൾ ആണ് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് മലയാളത്തിൽ വന്ന ആദ്യ പുസ്തകം. EMSനെക്കുറിച്ച് AV അനിൽകുമാർ എഴുതിയ ജീവചരിത്രമാണ് ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ. EMSനെക്കുറിച്ച് AV അനിൽകുമാർ എഴുതിയ ജീവചരിത്രമാണ് ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ. ബാലാമണിയമ്മയുടെ ലോകാന്തരങ്ങളിൽ എന്ന കൃതി നാലപ്പാട്ട് നാരായണ മേനോന്റെ നിര്യാണത്തെ ആസ്പദമാക്കി രചിച്ചതാണ്. ബാലാമണിയമ്മയുടെ ലോകാന്തരങ്ങളിൽ എന്ന കൃതി നാലപ്പാട്ട് നാരായണ മേനോന്റെ നിര്യാണത്തെ ആസ്പദമാക്കി രചിച്ചതാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രചിച്ച മോഹൻദാസ് ഗാന്ധി എന്ന കൃതിയാണ് ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച കൃതി. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രചിച്ച മോഹൻദാസ് ഗാന്ധി എന്ന കൃതിയാണ് ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച കൃതി. ഇനി ആദ്യകാല ജീവചരിത്ര ഗ്രന്ഥങ്ങൾ. വലിയ കോയി തമ്പുരാൻ AR രാജരാജവർമ്മ. വലിയ കോയി തമ്പുരാൻ AR രാജരാജവർമ്മ. കാറൽ മാർക്സ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. കാറൽ മാർക്സ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ദേവ്ജി ഭീംജിയുടെ ജീവചരിത്രം AT കുഞ്ഞുണ്ണി. ദേവ്ജി ഭീംജിയുടെ ജീവചരിത്രം AT കുഞ്ഞുണ്ണി. സാഹിത്യ പ്രണയികൾ തോമസ് പോൾ. സാഹിത്യപ്രണയികൾ തോമസ് പോൾ. ബുദ്ധചരിതം തരവത്ത് അമ്മാളു അമ്മ. ബുദ്ധചരിതം തരവത്ത് അമ്മാളു അമ്മ. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക.
കൂടാതെ അടുത്ത വീഡിയോയിൽ ജീവചരിത്രത്തെക്കുറിച്ചും ആത്മകഥയെക്കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവുന്നതാണ്. ഓക്കെ, താങ്ക്